Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇത് ലാസ്റ്റ് വീഡിയോ കൂടിയാണ്. അതായത് 2 വീഡിയോസിലായിട്ടാണ് നമ്മൾ ചാപ്റ്ററിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The velocity time graph of a ball thrown vertically upwards with an initial velocity is shown in figure. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയഗ്രം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ്സ് ഫ്രം ദ ഗ്രാഫ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദി ഗ്രാഫ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ദ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് വെർട്ടിക്കലി അപ്വേർഡ്സ് നമ്മളൊരു ബോൾ എറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗ്രാഫാണ്. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഫസ്റ്റ് കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ കാണണം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ, അതായത് 20 സെക്കൻഡ് ആവുന്ന സമയത്ത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് വൺ എന്താണ്? കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. അതായത് ഗ്രാഫിൽ നിന്ന് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ ആണ്. എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ? അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫാണുള്ളത്. ഇവിടെ വെലോസിറ്റി ഉള്ളത് എവിടെയാണ്? വൈ ആക്സിസിലാണ്. ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അവിടെ ഇനീഷ്യലി എത്രയായിരുന്നു വെലോസിറ്റി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നോക്കണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എവിടെയാണ് ഉള്ളത്? 100ലാണുള്ളത് അല്ലേ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ t0 എന്ന സമയത്ത് ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത്ര എഴുതാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ്സ്. അതായത് 20 സെക്കൻഡ്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതായത് എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണാം? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്റ്റൻസ് കാണാം? യെസ്, ഏരിയ ഓഫ് ദ ഗ്രാഫ് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ 20 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? അതായത് മൊത്തം ഗ്രാഫിൻ്റെ ഏരിയ കാണണം. കാരണം 20 സെക്കൻഡ്സ് വരെയാണുള്ളത് ഗ്രാഫ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൽ 2 ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നില്ലേ? സോ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു B1 H1 പ്ലസ് ഹാഫ് ഇൻറ്റു B2 H2 എന്ന് എഴുതാം അല്ലേ. ഇനി ബേസ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ വരുന്നത്? 10 ആണ്. 2 കേസിലും 10 ആണ് വരുന്നത് അല്ലേ. ദെൻ ഹൈറ്റ് എത്രയാണ്? 100 ആണ്. താഴത്തേക്കും 100 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? യെസ്, ഹാഫ് ഇൻറ്റു B1 H1 പ്ലസ് ഹാഫ് ഇൻറ്റു B2 H2 ആണ്. സോ ഹാഫ് ഇൻറ്റു B1 പകരം 10 എന്ന് എഴുതാം. H1 ഈസ് 100 പ്ലസ് ഹാഫ് ഇൻറ്റു B2 ഈസ് അഗെയിൻ 10, then H2 is 100. So half into 10 into 100. So total എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100. അപ്പോൾ അതിൽ 1000 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 1000 മീറ്റർ. ക്ലിയർ ആയല്ലോ അല്ലേ. Now the third question is to find the acceleration of the ball from the graph. Okay, സോ എങ്ങനെയാണ് ആക്സിലറേഷൻ കാണുക? ഫ്രം എ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ സ്ലോപ്പ് കാണാം ഏതെങ്കിലും. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? y/x ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? y എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് വരുന്നത്, എക്സിൽ ടൈം ആണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എടുക്കാം. അപ്പോൾ V2 - V1 T2 - T1 എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ V2 എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് 0 ആണ്. ദെൻ T1 will be 100. ഓക്കെ, അപ്പോൾ 0 - 100 ബൈ ടൈം ഇസ് 10 - 0. ഓക്കെ, അപ്പോൾ ആ സ്ലോപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ സ്ലോപ്പ് കാണുമ്പോൾ എപ്പോഴും കാണേണ്ടത് എന്താണ്? y/x കണ്ടാൽ മതി. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുക.
അതിൻ്റെ സ്ലോപ്പ് എടുത്തതിന് ശേഷം y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ. Now we have the question. Draw the velocity time graph of a body with uniform acceleration. Then using the graph obtain velocity time relation, displacement time relation and displacement velocity relation. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡെറിവേഷനാണ്, ചെറിയൊരു ഡെറിവേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ് വരയ്ക്കേണ്ടത്. ആ ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം റിലേഷൻ, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ, ഇവ മൂന്നും ഡിറൈവ് ചെയ്യണം. അത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്താണ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് v is equal to u പ്ലസ് at എന്നുള്ളതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ ടൈം റിലേഷനാണ്. ദാറ്റ് ഈസ് s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? പൊസിഷൻ വെലോസിറ്റി റിലേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ എന്ന് പറയുന്നത് v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് എങ്ങനെയാണ് ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫിൽ, അതായത് v വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വിത്തിൻ 2 സ്റ്റെപ്സ് നമുക്ക് ആൻസർ കാണാം. അതുകൊണ്ട് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡറിങ് എ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ, അതായത് യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് വിച്ച് വിൽ ബി ഹാവിങ് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമ്മൾ സ്മോൾ ലെറ്റർ എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. സോ ഹിയർ വി ഹാവ് ടു ടേക്ക് ദ ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, അതായത് യു എവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 0 എന്നല്ല, ഇറ്റ് ഹാസ് എ ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പോയിന്റിനെ നമ്മൾ എ എന്ന് കൊടുത്തിട്ടുണ്ട്, എൻഡ് ചെയ്യുന്ന പോയിന്റ് ബി ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് ക്വാണ്ടിറ്റീസ് നമുക്ക് അറിയാവുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒ എ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഒരു സ്ലോപ്പ് വരച്ചിട്ടുണ്ട് അല്ലേ. സോ ഹിയർ ടി എന്ന് പറയുന്ന ടൈം ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്? ഒ ഡി എന്ന് പറയുന്നതിലും അതേപോലെ തന്നെ എ സി എന്ന് പറയുന്നതിലും ഉണ്ടാവുന്ന ടൈം എത്രയാണ്? ടി ആണ് ടൈം. ഇനി ഇവിടെ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡാണ് ബി സി എന്ന് പറയുന്നത്. അതെങ്ങനെ കാണാൻ പറ്റും? അതായത് ഒ എ എന്ന് പറയുന്നത് യു ആണ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സി ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ അല്ലേ. സോ യു എന്ന് പറയുന്നതിന് സെയിം ആണ്. ഇനി ബി സി എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് കാണാനുള്ളത്. ബി സി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതായത് ബി ഡി എന്ന് പറയുന്നത് ടോട്ടൽ വെലോസിറ്റി വി ആണ്. ഓക്കെ, അതിൽ സി ഡി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ബി സി? ബി സി എന്ന് പറയുന്നത് വി മൈനസ് യുവിന് ഈക്വൽ ആയിരിക്കില്ലേ. സോ ബി സി എന്ന് പറയുന്ന സൈഡ് നമുക്ക് വി മൈനസ് യു ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി എങ്ങനെയാണ് റിലേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുമ്പോൾ v is equal to u പ്ലസ് at എന്ന് പറയുന്ന ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ആക്സിലറേഷൻ കാണാൻ നോക്കാം. അപ്പോൾ അവിടെ വെലോസിറ്റിയും ടൈമാണ്. അപ്പോൾ ആക്സിലറേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് ആക്സിലറേഷൻ എങ്ങനെ കാണാൻ നോക്കി നോക്കൂ. അതായത് ഇവിടെ സ്ലോപ്പ് കണ്ടാൽ പോരെ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലോപ്പ് കാണാം? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് ആണ്. അതായത് ബി സി ബൈ എ സി കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ലോപ്പ് എടുത്തു അല്ലേ. അപ്പം ബി സി ബൈ എ സി ആണ് കാണാനുള്ളത്. ഇനി ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? വി മൈനസ് യു അല്ലേ, അതായത് ടോട്ടൽ വെലോസിറ്റിയാണ് ബി ഡി എന്ന് പറയുന്നത് മൈനസ് സി ഡി, അതായത് വി മൈനസ് യു ആണ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ ബി സി ഡിവൈഡഡ് ബൈ എ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ടൈമാണ് അല്ലേ, ടി ആണ്. സോ എ വിൽ ബി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം എന്താണ്? വി മൈനസ് യു ആണ് വേണ്ടത്. അപ്പോൾ വി മൈനസ് യു വിൽ ബി ഈക്വൽ ടു എ ടി അല്ലേ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ്റെ ഫോമിലേക്ക് വന്നില്ലേ. വി വിൽ ബി ഈക്വൽ ടു യു പ്ലസ് എ ടി.
അത്രേ ആവശ്യമുള്ളൂ. അതായത് ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം, ഏത് ഇക്വേഷനാണ് കാണാനുള്ളത്. അതിനനുസരിച്ചൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. വളരെ ഈസിയാണ് ആക്സിലറേഷൻ കാണാൻ. ഇവിടെ ജസ്റ്റ് ഒരു സ്ലോപ്പ് കണ്ടു, അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന റിലേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് റിലേഷൻ, വെലോസിറ്റി ടൈം റിലേഷൻ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, രണ്ടാമത്തെ റിലേഷൻ നോക്കാം. നെക്സ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ടൈം റിലേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എസ് അല്ലേ. അപ്പോൾ നമ്മൾ എസ്സിലാണ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്സിലാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം? അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം? അതായത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിതിവിടെ നമ്മൾ ഓൾറെഡി ഒരു സ്ലോപ്പ് എടുത്തപ്പോൾ ഇതിനെ രണ്ടാക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ഏരിയയെ രണ്ടായിട്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ കിട്ടുമല്ലോ. സോ ദാറ്റ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കി നോക്കൂ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് എഴുതാം. ഇനി അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം എന്താ എഴുതാം? എസ് എന്ന് എഴുതാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെ കാണാം? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. സോ ഒ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ലെങ്ത് ആണ്. ദെൻ ഒ എ എന്ന് പറയുന്നത് അവിടുത്തെ ബ്രെഡ്ത്ത് ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? ഒ എ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദാറ്റ് ഈസ് യു ആൻഡ് ഒ ഡി എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ യു ടി എന്ന് എഴുതാമല്ലോ. ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എങ്ങനെ കാണാം? അതായത് ട്രയാങ്കിൾ ഇവിടെ ഏതാണ്? എ ബി സി ആണ് ട്രയാങ്കിൾ. അതിൻ്റെ ഏരിയ എങ്ങനെ കാണാൻ പറ്റും നോക്കി നോക്കൂ. ഹാഫ് ബി എച്ച് അല്ലേ. അപ്പോൾ ഹാഫ് എഴുതിയിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ബി സി എന്ന് പറയുന്ന ലെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് വി മൈനസ് യു. അപ്പോൾ എന്താ എഴുതാം? ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു എച്ച്. ഇവിടുത്തെ ഹൈറ്റിനെ എത്ര എടുക്കാൻ പറ്റും? ഇവിടെ ടി ആണ് എടുക്കുന്നത് അല്ലേ. ടി ആണ് ഇവിടുത്തെ ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി എന്ന് എഴുതാം. അടുത്ത ഇക്വേഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് നമ്മൾ വി മൈനസ് യു എന്ന് പറയുന്നത് കഴിഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണത്? എ ടിക്ക് ഈക്വൽ അല്ലേ. അപ്പോൾ ആ വി മൈനസ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എ ടി എന്ന് കൊടുത്ത് മാറ്റി നോക്കാം ഇക്വേഷനെ. അപ്പോൾ എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യുവിന് പകരം എന്ത് എഴുതാം? എ ടി ഇൻറ്റു ടി എന്ന് എഴുതാമല്ലോ. അതിനൊന്ന് ടിയും ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കി നോക്കും. അപ്പോൾ എന്ത് വരും? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ അല്ലേ. അതായിരുന്നു നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അതായത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഏരിയ ഓഫ് ദ rectangle plus area of the triangle കണ്ടു. So we are getting S is equal to ut plus half at square. Clear? Next we have displacement velocity relation or പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അതെന്താണ് ഇക്വേഷൻ? അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ എന്ന് പറയുന്നതാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇതിനെ ഒരു ട്രപ്പീസി ആയിട്ട് എടുത്തുകൊണ്ട് നമുക്കതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലേ. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതാം. അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. വളരെ ഈസിയാണ്. ഒരു 2-3 സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ഇവിടെ v + u/2 ആണ്. ഇനി അതിന് മുമ്പ് നമ്മൾ v - u = at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ടിക്കുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടൈം വിൽ ബി ഈക്വൽ ടു v - u/a ആണ് അല്ലേ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. സോ ടി വിൽ ബി ഈക്വൽ ടു v - u/a ആൻഡ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് v + u/2 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഒന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതുന്നതിന് പകരം ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റിക്ക് പകരം എന്ത് എഴുതാം? v + u/2 എന്ന് എഴുതാം. ഇൻറ്റു ടൈം മീൻസ് v - u/a
എ ആണ് അല്ലേ. മുകളിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഈക്വലൻ്റ് ആണല്ലോ. സോ എസ് വിൽ ബി ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 2as. ഓക്കെ, ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതി. ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ബൈ 2 ആണ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് യു ബൈ എ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഡെറിവേഷൻ്റെ കേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. The next question is, an object is under free fall. Draw its acceleration time graph, velocity time graph and displacement time graph. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ദെൻ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, ഇവ 3 വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫ്രീ ഫോളിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ വിൽ ബി ഓൺലി ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ജിക്ക് ഈക്വൽ ആയിരിക്കും. സോ 9.8 മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രീ ഫോളിലായതുകൊണ്ട് എങ്ങനെ വരയ്ക്കാം ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? അവിടെ യൂണിഫോം ആക്സിലറേഷനിലാണ് വരുന്നത് അല്ലേ. സോ ഹിയർ വി ഹാവ് ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് ആക്സിലറേഷൻ അലോങ് വൈ ആക്സിസ്. ഫ്രീലി ഫോളിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. So that will be a straight line like this. So this is the graph of acceleration time graph for a free fall. Okay. Now the next graph is velocity time graph. Velocity time graph എങ്ങനെയാണ്? time along x axis and velocity. Negative velocity ആണ് along y axis, that is -v meter per second ആണ്. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ വരുന്നത് എന്താണ്? വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസ് വിത്ത് ടൈം ആണ്. ഡിസ്റ്റൻസും അതുപോലെ തന്നെ ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ എങ്ങനെ വരും? ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് ഡിസ്റ്റൻസ് അലോങ് വൈ ആക്സിസ്. സോ ദാറ്റ് വിൽ ബി ഓൾസോ ഡിക്രീസിങ്. സോ ദ ഗ്രാഫ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. നമുക്ക് തന്നിട്ടുള്ളത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും OABC ആണ് തന്നിട്ടുള്ളത് ഷേപ്പ് അല്ലേ. അതിൽ ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആണ്. അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ 6 ആണ് വരുന്നത്. ദെൻ 2, 7, 10 എന്ന് പറയുന്ന വാല്യൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ. അതായത് ഇതിൽ ഗ്രാഫിൽ ഏത് പോർഷനാണ് യൂണിഫോം റിട്ടാർഡേഷനെ കാണിക്കുന്നത്? അതായത് ഓപ്ഷൻസ് ആർ OA, AB, BC ആൻഡ് OC. അപ്പോൾ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് അല്ലേ. അപ്പോൾ ഏത് പോർഷനാണ് റിട്ടാർഡേഷൻ തരുന്നത് എന്നുള്ളത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. അതായത് ടൈം 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ ഉണ്ടാവുന്ന ആ ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളത് കാണണം. ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഈസ് എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഓക്കെ, arrive at an expression for the time taken to reach the ground. അപ്പോൾ ഒരു സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ഹൈറ്റിൽ നിന്ന് h എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ arrive at an expression for the time taken to reach the ground. അപ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷനും കൂടി ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. Now we can answer the question. Which portion of the graph represents uniform retardation എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ഭാഗത്താണ് യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്നത്? അപ്പോൾ നമുക്ക് ഗ്രാഫിൽ 4 പോയിൻറ്റ്സ്, അതായത് OA, AB, BC, OC എന്ന് പറയുന്ന പൊസിഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് വരിക നോക്കാം. OAയിലാണെങ്കിൽ എന്താണ്? അവിടെ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത് വെലോസിറ്റി. ദെൻ ABയിൽ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ BCയിൽ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണല്ലോ. സോ വിച്ച് വിൽ ബി ദ ആൻസർ? BCയിലാണ് എന്ത് സംഭവിക്കുന്നത്? റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്. യൂണിഫോം റിട്ടാർഡേഷൻ ഉള്ളത് എവിടെയാണ്? BCയിലാണ്. അപ്പോൾ ആൻസർ C ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. അതായത് 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള
ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? 2 സെക്കൻഡിൽ എവിടെയാണുള്ളത്? പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എയിലാണുള്ളത്, 7 സെക്കൻഡിലുള്ളത് ബിയിലാണ് അല്ലേ. സോ നമുക്കവിടെ കാണേണ്ടത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കിട്ടുക? ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ അല്ലേ. ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ഏരിയ ആയിരിക്കും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ലെങ്ത്തും തന്നിട്ടുണ്ട്, അതായത് ഒന്ന് 5 ആണ്, അടുത്ത കേസ് എന്താണ് വരുന്നത്? 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? യെസ്, ദാറ്റ് വിൽ ബി 6 into 5. Okay, so that will give 30 meter. So 30 meter is the displacement, അതായത് area of the rectangle ആണ്. So that is 6 into 5, that is equal to 30 meter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. അറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോൺ എന്ത് ചെയ്യാണ്? ഹൈറ്റ് h-ൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടൈം ടേക്കണിനുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക? ടൈമാണ് കാണേണ്ടത്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ദെൻ യു നമുക്കറിയാം, ദെൻ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ജിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ. ടൈമിന് നമുക്ക് ടി എന്ന് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെ ഇക്വേഷൻസ്? 3 ഇക്വേഷൻസ് ഒന്ന് ഓർമ്മയിൽ വരണം. ഏതൊക്കെയാണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ദെൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിൽ ഹൈറ്റും വരുന്ന ഇക്വേഷൻ ഏതാണ്? ടിയും എല്ലാം കൂടെ വരുന്ന ഇക്വേഷൻ ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ എസ്സിന് പകരം എന്ത് കൊടുക്കാം? മൈനസ് എച്ച് എന്ന് കൊടുക്കാം അല്ലേ. ഇനി യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അതെന്താണ്? 0 ആണ്. സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ യു വിൽ ബി 0. ദെൻ എക്ക് പകരം എന്ത് കൊടുക്കാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുകയാണ്. സോ എങ്ങനെ കാണാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ്സിന് പകരം എന്ത് കൊടുക്കാം? മൈനസ് എച്ച് എന്ന് കൊടുക്കാം. യുവിന് പകരം 0 ആണ്. സോ ടോട്ടൽ ടേം വിൽ ബി 0. ദെൻ പ്ലസ് എന്ത് വരും? ഹാഫ് എ ടി സ്ക്വയർ, അതായത് മൈനസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി അതിൽ നിന്ന് ടി സ്ക്വയർ കാണാമല്ലോ, 2h ബൈ ജി ആണ്. സോ ടി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ ജി ആണ്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം ടേക്കൺ. ഓക്കെ, next is a numerical. Question is, a ball is thrown vertically upwards with a velocity of 20 meter per second from the top of a multi-storied building. The height of the point from where the ball is thrown is 25 meter from the ground. The question is, how high will the ball rise? And B, how long will it be before the ball hits the ground? And it is given that take g is equal to 10 meter per second. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ബോൾ എന്ത് ചെയ്യാണ്? വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ് നമ്മൾ എറിയുന്നത്. ദെൻ 20 മീറ്റർ പെർ സെക്കൻഡിലാണ് അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ വെലോസിറ്റി. ഓക്കെ, ദെൻ ദ ഹൈറ്റ് ഓഫ് ദ പോയിൻറ്റ് ഫ്രം വേർ ദ ബോൾ ഈസ് ത്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്റർ ആണ്. 25 മീറ്ററിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എറിയുന്നത്. ദെൻ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര ഹൈറ്റിലേക്ക് ബോൾ റൈസ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ഡയഗ്രാം ഈസ് ആസ് ഷോൺ ഹിയർ. ഇവിടെ എന്താണുള്ളത്? ഒരു 25 മീറ്റർ ഹൈറ്റിലാണ് എന്തുള്ളത്? മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഉള്ളത്. അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ബോൾ എറിയുന്നത്, അപ്വേർഡ്സ് ആണ് എറിയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് പോർഷനാണ്. സോ ദാറ്റ് ഈസ് 25 മീറ്റർ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്. ഓക്കെ, സോ എ ടു ബി ആണ് അതെന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് പൊങ്ങുന്നത്. ഫ്രം ബി ടു സി, സി എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്, ബി ടു സി ആണ് എന്ത് ചെയ്യാം? ബോൾ താഴത്തേക്ക് ഒന്ന് വീഴുന്നത്. അപ്പോൾ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ഹൈറ്റ് ആണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം ഒന്ന് എടുത്തെഴുതണം. സോ ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് തന്നിട്ടുള്ളത്? യു എന്ന് പറയുന്നത് എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വി ക്യാൻ റൈറ്റ് യു ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫൈനലി എന്താ ചെയ്യുന്നത്? ബോൾ ഈസ് കമ്മിങ് ടു റെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവിടെ 0 ആണ്. അതായത് മുകളിലെത്തി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും അത് താഴത്തേക്ക് വരും അല്ലേ. സിയിലേക്ക് എത്തുമ്പോൾ എന്താണ്? അത് റെസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ജി ഈക്വൽ ടു 10 എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ
ജി വിൽ ബി ഈക്വൽ ടു -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി വി സ്ക്വയർ ഏത് ഇക്വേഷൻ എടുക്കാൻ പറ്റും? നമുക്കിവിടെ കാണാനുള്ളത് എന്താണ്? യെസ്, ഹൗ ഹൈ ദ ബോൾ റൈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ കാണേണ്ടത് എന്താണ്? എസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കാൻ പറ്റും? നമുക്ക് ടൈം ഓൾറെഡി അറിയില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ആണ് അല്ലേ? അവിടെ വി യു അറിയാം, ദെൻ എ അറിയാം, എസ് മാത്രമല്ലേ കാണേണ്ട ആവശ്യമുള്ളൂ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മൈനസ് 20 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. 2 ഇൻറ്റു -10 ഇൻറ്റു എസ് എന്ന് എഴുതാം. ദെൻ -400 is equal to -20 s എന്ന് വരും. Then s will be equal to -400 by -20. So that will be 20 meter. So ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഹൗ ഹൈ ദ ബോൾ റൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ ആണ് മുകളിലേക്ക് പോകുന്നത്. ടോട്ടൽ ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പ്ലസ് ടോട്ടൽ അത് മുകളിലേക്ക് പോകുന്ന ഹൈറ്റ്. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ 25 പ്ലസ് 20 ആണ് അല്ലേ? അതായത് 25 എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ്. ദാറ്റ് പ്ലസ് 20. സോ ദാറ്റ് വിൽ ബി 45 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? അതെന്താണ്? ഹൗ ലോങ്, ഇവിടെ ടൈം കാണണം അല്ലേ? ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് എത്ര ടൈമാണ്? അപ്പോൾ ടോട്ടൽ ടൈം എങ്ങനെ കാണുക? അതായത് ആദ്യം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എ ടു ബി എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് അപ്വേർഡ് മോഷനാണുള്ളത്. ദെൻ ഫ്രം ബി ടു സി എന്ന് പറയുന്നത് എന്താണ്? അത് ഡൗൺവേർഡ് മോഷനാണ്. അപ്പോൾ ഈ രണ്ട് മോഷനും എടുക്കുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണണം. ക്ലിയർ ആയല്ലോ? അതായത് ആദ്യം അത് ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതെത്രയാണ് എന്നുള്ളതാണ്. ബി എന്ന് പറയുന്ന ഹൈറ്റ് വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന ഹൈറ്റ് എത്രയാണ്? അതായത് ബി ടു സി എന്ന് പറയുന്നൊരു ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും എടുക്കുന്ന ടൈം ഒന്ന് കാണണം. ഫസ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ കാണാം? അപ്വേർഡ് മോഷൻ്റെ കേസ് നോക്കി നോക്കാം. അപ്വേർഡ് മോഷനിൽ വി എന്ന് പറയുന്നത് എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 0 ആണ്. യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടുത്തെ ടൈമാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. അതായത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT ആണ്. V0 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 പ്ലസ് -10 ഇൻറ്റു ടി എന്ന് വരും അല്ലേ? അപ്പോൾ അതിൽ 10t എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 20ക്ക് ഈക്വലാണ്. അപ്പോൾ ടി വിൽ ബി ഈക്വൽ ടു 20/10 ദാറ്റ് ഈസ് 2 സെക്കൻഡ് ആണ് ഫസ്റ്റ് കേസിലുണ്ടാകുന്ന ടൈം. അതായത് അപ്വേർഡ് മോഷന് വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. ക്ലിയർ? അടുത്ത കേസ് നോക്കാം. ഡൗൺവേർഡ് മോഷൻ്റെ കേസിൽ എങ്ങനെ വരിക? യു എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അതായത് ഇനീഷ്യലി ഇറ്റ് വാസ് അറ്റ് 0. ദെൻ എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 45 മീറ്റർ ആണ്. അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആക്സിലറേഷൻ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എങ്ങനെ കാണാം? ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാം? യെസ്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. അവിടെ എസ് എന്ന് പറയുന്നത് 45 ആണ്. ദെൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു യു ടി, അതായത് യു 0 ആണ്. സോ യു ടി ഓൾസോ വിൽ ബി 0. ദെൻ പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇവിടെ ജി എന്ന് പറയുന്നതിന് പകരം എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? യെസ്, -10 ആണ്. അപ്പോൾ സോ -12 ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ -45 വിൽ ബി -5t സ്ക്വയർ. ദെൻ t square is 45/5 that will be equal to 9. So t is equal to എന്ത് എഴുതാം? 3 seconds ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എങ്ങനെ കാണാം? അപ്വേർഡ് മോഷൻ എടുത്ത ടൈം പ്ലസ് ഡൗൺവേർഡ് മോഷൻ എടുത്ത ടൈമാണ്. അപ്പോൾ എത്ര ആയിരിക്കും വരിക? 2 + 3 ആണ്. സോ ദാറ്റ് ഈസ് 5 seconds. Now we have completed the chapter motion in a straight line. Hope it is clear to you. If you like the video, please like, share and subscribe. Now we can wind up the video. Thanks for watching.